ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണ് റിയൽമി 5i. അപ്പോൾ സാധനം എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. 8999 ഇതിൻ്റെ വില. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, അകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഫോൺ സംഭവം നോക്കാം. ഈ ഫോണിന് രണ്ട് കളർ വേരിയൻ്റ് ഉണ്ട്. ഒന്ന് ഫോറസ്റ്റ് ഗ്രീനും ഒന്ന് അക്കോ ബ്ലൂവും. ഞാനിപ്പോൾ എടുത്തത് അക്കോ ബ്ലൂ ആണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ഫോറസ്റ്റ് ഗ്രീനും കുഴപ്പമില്ല, എനിക്ക് ബ്ലൂ ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതാണ് ഞാനിത് എടുത്തത്. ഇതിൻ്റെ ചാർജർ സാധാ USB ടൈപ്പാണ്. 10 വാട്ട് ചാർജറുമാണ്, ബോക്ക് ചാർജ് അല്ല. അതേ ഉള്ളൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ച് ബോക്ക് വേണമായിരുന്നു, കാരണം 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് സൺറൈസ് ഡിസൈനാണ്. അതൊരു പ്രത്യേക സ്റ്റൈലുണ്ട് കാണാൻ, ഒരു യൂണിക് ലുക്കുണ്ട്. ഇനി ഫോണൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഇത് MI A3 എന്ന ഫോണിനൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. കാരണം അതിൻ്റെ അതേ പ്രോസസ്സറും ഡിസ്പ്ലേ റെസൊല്യൂഷനും തന്നെയാണ് ഇതിനുമുള്ളത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് അതിനെ സംബന്ധിച്ച്. 6.52 ഇഞ്ച് HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഇതൊരു ബഡ്ജറ്റ് റേറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. നല്ലൊരു ക്യാമറ ക്വാളിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വാഡ് ക്യാമറയാണ് ഫോണിലുള്ളത്. 12 MB പ്രൈമറി, 8 MB വൈഡ് ആംഗിൾ, 2 MB ഡെപ്ത് ക്യാമറ, 2 MB മാക്രോ. 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാനും സാധിക്കുന്നു. Qualcomm Snapdragon 665 പ്രോസസ്സറാണ് ഇതിലുള്ളത്. 11 നാനോമീറ്റർ ചിപ്പാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 11 നാനോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു പവർ എഫിഷ്യൻ്റ് ആണ്. അഡ്രീനോ 610 GPU ആയതുകൊണ്ട് ഒരു ഗെയിമിംഗ് ഫോണെന്നും കൂടി ഇതിന് പറയാം. 10,000-ന് താഴെയുള്ള ഫോണുകളിൽ മികച്ചൊരു ഫോൺ തന്നെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.